റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുകയാണ്. ഇപ്പോഴിതാ റഷ്യൻ സൈന്യം പുതിയതും അതീവ ഫലപ്രദവുമായ യുദ്ധതന്ത്രം ആവിഷ്കരിച്ചതോടെ യുക്രൈൻ പ്രതിരോധം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടതിനേക്കാൾ രാജ്യമെങ്ങും ദിനംപ്രതി നടക്കുന്ന റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങളാണ് യുക്രൈനെ തകർക്കുന്നത്. യുക്രൈൻ നഗരങ്ങളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യുദ്ധത്തിൽ റഷ്യ നടത്തിയ തന്ത്രപരമായ വിജയകരമായ നീക്കങ്ങളിൽ ഒന്നായാണ് ഈ ഡ്രോൺ ആക്രമണത്തെ വിലയിരുത്തപ്പെടുന്നത്. യുക്രൈനു നേർക്ക് റഷ്യ തൊടുത്തുവിടുന്ന ഡ്രോണുകളിൽ പലതിനും വലിയ വേഗതയോ ഉയർന്ന സാങ്കേതിക വിദ്യയോ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അവ വളരെ വില കുറഞ്ഞവയുമാണ്. ഇത്തരത്തിൽ ദിനംപ്രതി ഓരോ രാത്രിയിലും 700 ഡ്രോണുകൾ വരെ റഷ്യ യുക്രൈനു നേരെ പ്രയോഗിക്കാറുണ്ട്. യുക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ മിക്കപ്പോഴും സാധിക്കാതെ വരുന്നത് യുക്രൈനെ വലിയ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. റഷ്യയുടെ ആക്രമണശേഷിക്ക് കരുത്തേകിയത് ഇറാനുമായി ചേർന്നുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തമാണ്. ഇറാനിൽ നിന്നാണ് ഈ വില കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷിയുമുള്ളതുമായ ഡ്രോണുകൾ റഷ്യ ആദ്യം സ്വന്തമാക്കിയത്. ഇറാന്റെ വിഖ്യാത ഷഹീദ് ഡ്രോണുകളുടെ സൈനിക ഫലപ്രാപ്തി മനസ്സിലാക്കിയ റഷ്യ അവയുടെ ബ്ലൂ പ്രിന്റുകളും അത്യാധുനിക സാങ്കേതികവിദ്യയും കൈവശപ്പെടുത്തി. ഇന്ന് റഷ്യ ഈ ഡ്രോണുകൾ സ്വന്തം മണ്ണിൽ വൻതോതിൽ നിർമ്മിക്കുകയാണ്. തദ്ദേശമായി സ്ഥാപിച്ച ഫാക്ടറികളിൽ നിന്ന് ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ യുദ്ധമുഖത്തേക്ക് എത്തുകയും ചെയ്യുന്നു. റഷ്യൻ ഫെഡറേഷന്റെ വൻ സൈനിക ശക്തിക്ക് മുന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊണ്ടാണ് യുക്രൈൻ ഇത്രയും കാലം ചെറുത്തുനിന്നത്. വിലയേറിയ ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിന് പകരം റഷ്യ ചെലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുകയാണ്. ഈ നീക്കത്തിലൂടെ കിഴക്കൻ യുക്രൈനിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് പുറമെ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ പോലും റഷ്യൻ പ്രഹരശേഷി നിലനിർത്തുകയും ചെയ്യാം. ഈ ഡ്രോൺ ആക്രമണ തന്ത്രം യുക്രൈൻ നേതൃത്വത്തിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. റഷ്യ തങ്ങളുടെ യുദ്ധതന്ത്രം വിജയകരമാക്കി മാറ്റിയതോടെ യുക്രൈൻ ആശ്രയിച്ചിരുന്ന ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ എല്ലാം ഫലരഹിതമായി എന്നുള്ളതാണ്. ഇത് യുക്രൈനെ കൂടുതൽ വിലയേറിയ ആയുധങ്ങളും നൂതന വിദ്യകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക സമ്മർദ്ദം സ്വത്തവേ ദുർബലമായ യുക്രൈന് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുണ്ട്. യുക്രൈൻ പ്രതിരോധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മാസവും 6000-ലധികം ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ്. മുമ്പ് ഇറാനിൽ നിന്ന് വാങ്ങിയപ്പോൾ ശരാശരി $2 ലക്ഷം റഷ്യ ഒരു ഡ്രോണിനായി ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഭീമൻ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിച്ചതോടെ ദിനംപ്രതി 100 കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ പുറത്തിറക്കാൻ തുടങ്ങി. ഇതോടെ ഒരു ഡ്രോണിന്റെ ചെലവ് $70,000 കുത്തനെ കുറഞ്ഞു. അതേസമയം ഇത്തരം കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളെ നേരിടാൻ യുക്രൈൻ കൂടുതലും ഉപയോഗിക്കുന്നത് സർഫസ് ടു എയർ മിസൈലുകളാണ്. ഇവയ്ക്ക് ശരാശരി $30 ലക്ഷം ചെലവ് വരും. ഈ താരതമ്യമില്ലാത്ത ചെലവ് അന്തരം ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ റഷ്യ ഫലത്തിൽ യുക്രൈന്റെ സാമ്പത്തിക ശേഷിയെ തന്നെ ദുർബലമാക്കുകയാണ്. റഷ്യ സ്ഥാപിച്ച ഭീമൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിടെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങളുടെ ആവൃത്തി കൂട്ടാനും ക്രെംലിനെ സഹായിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രധാന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മാസത്തിലൊരിക്കലായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്നത് ശരാശരി 8 ദിവസത്തിലൊരിക്കൽ എന്നതിലേക്ക് മാറിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഈ വർദ്ധിച്ച തീവ്രത യുക്രൈനിലെങ്ങും അനുഭവപ്പെടുന്നുമുണ്ട്. മുൻനിരയിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ വരെ റഷ്യ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. എന്നാൽ റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങൾക്ക് സമീപമുള്ള യുക്രൈൻ പ്രദേശങ്ങളിൽ ചെറിയ ദൂരം മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമായതോടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്ന ഡ്രോണുകളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 2024 റഷ്യ വിക്ഷേപിച്ച ഡ്രോണുകളിൽ ശരാശരി 10% താഴെ മാത്രമാണ് ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോഴിത് 20% മുകളിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നതിനേക്കാൾ ഉപരി റഷ്യയുടെ ആവശ്യം യുക്രൈൻ വ്യോമ പ്രതിരോധത്തിൽ ചെലുത്തുന്ന കനത്ത സമ്മർദ്ദം തന്നെയാണ്. റഷ്യൻ തന്ത്രത്തിന് സമാനമായ യുക്രൈനും FPV ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നുണ്ട് എങ്കിലും റഷ്യൻ പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ യുക്രൈന് അപൂർവമായി മാത്രമേ സാധിക്കുന്നുള്ളൂ. നിലവിൽ യുദ്ധക്കളത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന AI പവേർഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ റഷ്യയും യുക്രൈനും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടാതെ മിസൈലുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വ്യോമാക്രമണങ്ങളെ തടയാൻ വിന്യസിക്കാവുന്ന ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ നിർമ്മിക്കാനും ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും
ഈ ആക്രമണം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ്. എന്ന് ഇവ അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ഇരുപക്ഷത്തെയും സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും രംഗത്ത് വന്നു. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ മുഖ്യധാരയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനന്തമായി നീണ്ടുപോകുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.